BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. നമസ്കാരം, M5 ലൈവിലേക്ക് സ്വാഗതം. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കശുവണ്ടി ഇറക്കുമതി സംബന്ധിച്ച 600 കോടി രൂപയുടെ അഴിമതി കേസിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറി കെ ബിജു, പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് എന്നിവർക്കെതിരായ കോടതിയലക്ഷ്യ കേസ് ജൂലൈ 15 ബുധനാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. നിരുപാധികം മാപ്പ് പറഞ്ഞ് വ്യവസായ സെക്രട്ടറി കെ ബിജു സമർപ്പിച്ച സത്യവാങ്മൂലം ഹൈക്കോടതി തള്ളി. നടപടികളിൽ കടുത്ത വിമർശനമാണ് കോടതി നടത്തിയത്. സത്യവാങ്മൂലത്തിൽ തിരുത്തലുകൾ വരുത്തി പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബിജുവിനോട് നിർദ്ദേശിച്ചിരുന്നു. അഴിമതി കേസിൽ CBI അന്വേഷണം നടത്തി പ്രതികളായ കോർപ്പറേഷന്റെ അന്നത്തെ ചെയർമാനും INTUCI നേതാവുമായ R ചന്ദ്രശേഖരൻ, അന്നത്തെ MD കെ രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷന് സംസ്ഥാന സർക്കാരിനോട് അനുമതി തേടിയിരുന്നു. എതിർ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളായിട്ടും ചന്ദ്രശേഖരനെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകിയിരുന്നില്ല. ഇത് സംബന്ധിച്ച കേസ് പരിഗണിച്ച ഹൈക്കോടതി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന APM മുഹമ്മദ് ഹനീഷ്, വ്യവസായ സെക്രട്ടറി കെ ബിജു എന്നിവരോട് ഇത് സംബന്ധിച്ച അനുമതി നൽകാൻ നിർദ്ദേശിച്ചിരുന്നു. 3 തവണ കോടതി നിർദ്ദേശം പരിഗണിക്കാതിരുന്നതിനെ തുടർന്നാണ് പരാതിക്കാരനായ കടകംപള്ളി മനോജ് കോടതിയലക്ഷ്യത്തിന് ഹർജി നൽകിയത്. ഹർജി പരിഗണിച്ച ഹൈക്കോടതി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 2 കോടതി ഉത്തരവനുസരിച്ച് പ്രോസിക്യൂഷന് അനുമതി നൽകിക്കൊണ്ട് ബിജു ഉത്തരവ് പുറപ്പെടുവിച്ചെങ്കിലും ഹൈക്കോടതിക്കെതിരെ പോലും വളരെ മോശമായ പരാമർശങ്ങളാണ് ഉത്തരവിൽ ഉണ്ടായിരുന്നത്. കോടതിയുടെ നിർബന്ധമനുസരിച്ചാണ് താൻ മനസ്സിരുത്തി പഠിച്ചില്ലെങ്കിൽ പോലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്നും വിചാരണ കോടതിയെ പോലെയാണ് ഹൈക്കോടതി പെരുമാറുന്നതെന്നും ഉത്തരവിൽ പരാമർശിച്ചിരുന്നു. സംസ്ഥാന ഭരണ സംവിധാനത്തിൽ ഒരു സർക്കാർ ഉത്തരവിലും ഉണ്ടാകാത്ത പരാമർശങ്ങളാണ് ബിജു പുറപ്പെടുവിച്ച ഉത്തരവിൽ ഉണ്ടായിരുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ ശ്രദ്ധയിൽപ്പെട്ട ഉത്തരവ് തിരുത്താൻ അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെടുകയും ഉത്തരവിന്റെ പകർപ്പ് ഹൈക്കോടതിയിൽ ഹാജരാക്കാതെ സമയം തേടുകയുമാണ് ചെയ്തത്. പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷമാണ് വ്യവസായ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് തന്നെ. എന്നാൽ ഈ ഉത്തരവ് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയോ മുഖ്യമന്ത്രി VD സതീശനോ അറിഞ്ഞിട്ടില്ല എന്നും കോടതിക്കെതിരായ പരാമർശങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അറിഞ്ഞതെന്നുമാണ് സൂചന. മുഹമ്മദ് ഹനീഷിനും ബിജുവിനും എതിരായ കോടതിയലക്ഷ്യ നടപടികളിൽ ബുധനാഴ്ച തീരുമാനം ഉണ്ടായേക്കും എന്നാണ് സൂചന. വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജുവിനെതിരെ അതിനിശ്ചിതമായ വിമർശനമാണ് കോടതി നടത്തിയത്. ജൂലൈ 2 ബിജുവിന്റെ ഉത്തരവ് കോടികളുടെ അഴിമതിക്കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ ആണെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കുമെന്ന് കോടതി പറഞ്ഞു. യഥാർത്ഥത്തിൽ നീതിന്യായ വ്യവസ്ഥയെ തകർക്കുകയായിരുന്നു ആ ഉദ്യോഗസ്ഥന്റെ ലക്ഷ്യം. അയാൾ ഉത്തരവ് പുറപ്പെടുവിച്ച് പ്രതിക്ക് കൈമാറി. പ്രതി അത് വാർത്താ ചാനലുകൾ വഴി പ്രചരിപ്പിച്ചു. പിന്നീട് ആ ഉത്തരവ് റദ്ദാക്കി പുതിയത് പുറപ്പെടുവിച്ചു. അങ്ങനെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രതിച്ഛായ തകർക്കുന്ന ലക്ഷ്യം അവർ ബോധപൂർവം നേടിയെടുത്തു. പ്രതിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതിന്റെ പേരിൽ കോടതിയെ കുറ്റപ്പെടുത്തി. എന്നാൽ അനുമതി നൽകുന്നതിലോ നിഷേധിക്കുന്നതിലോ കോടതിക്ക് പങ്കില്ല. ഈ ഉദ്യോഗസ്ഥർ കോടതിയെ മാത്രമല്ല സർക്കാരിനെയും മോശമായി ചിത്രീകരിക്കുകയാണ്. ഇത് അപകടകരമായ പ്രവണതയാണ്. അഴിമതി കേസിലെ പ്രതിയായ ചന്ദ്രശേഖരൻ ഈ ഉദ്യോഗസ്ഥർ വഴിയാണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് മോശം അവസ്ഥയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വെറുതെ വിടാനാവില്ല. നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ജൂലൈ 2 ഉത്തരവ് പ്രതിക്ക് കൈമാറിയ ഉദ്യോഗസ്ഥനെ കോടതി വിമർശിച്ചു. വിവാദമായ ഉത്തരവ് പ്രതി തന്നെ തയ്യാറാക്കിയതും ഉദ്യോഗസ്ഥർ അതിൽ ഒപ്പിടുക മാത്രം ആണ് ചെയ്തതെന്നും തോന്നുന്നതായി കോടതി പറഞ്ഞു. അല്ലെങ്കിൽ ആ ഉത്തരവ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പ്രതിക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നും കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതിയെ കരുവാരിത്തേക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർ സാധാരണ മുതിരാറില്ല. പക്ഷേ ഇവിടെ 2 ഉദ്യോഗസ്ഥരാണ് കോടതിയെ ധിക്കരിച്ചത്. സർക്കാരിന്റെ മൗനാനുവാദമില്ലാതെ ഇങ്ങനെ ചെയ്യാനാവില്ല. നിയമവിരുദ്ധമായ കാര്യങ്ങളിലൂടെ സർക്കാരിനെ സേവിക്കാനല്ല, ജനങ്ങളെ സേവിക്കാനാണ് നിങ്ങളെ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുത്തതെന്ന് ഹൈക്കോടതി 2 ഉദ്യോഗസ്ഥരെയും ഓർമ്മിപ്പിച്ചു. തീരുമാനങ്ങൾ സ്വതന്ത്രമായിരിക്കണമെന്നും നിയമവിരുദ്ധമായ കാര്യങ്ങളെ എതിർക്കാൻ അവർ ധൈര്യപ്പെടണമെന്നും കോടതി പറഞ്ഞു. നിങ്ങൾ എപ്പോഴും രാഷ്ട്രീയക്കാരുടെ സ്വാധീനത്തിലായിരിക്കണമെന്നില്ല. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. സർക്കാരിന്റെ ആയുധങ്ങളായി മാറരുത്. നെപ്പോളിയൻ പറഞ്ഞതുപോലെ ഭീരുക്കൾ
മരിക്കുന്നതിന് മുൻപ് പലതവണ മരിക്കുന്നു, എന്നാൽ ധീരന്മാർ ഒരിക്കൽ മാത്രം മരിക്കുന്നു, കോടതി പറഞ്ഞു. ഇതിനിടെ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതോടെ INTCI സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി എതിർക്കുന്ന വിഭാഗവും രംഗത്തെത്തി. INTCIയുടെ ബൈലോ അനുസരിച്ച് അഴിമതി കേസിൽ പ്രതിയായാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനാവില്ലെന്നാണ് വിമതപക്ഷം പറയുന്നത്. കഴിഞ്ഞ മാസം 28-ന് ബാംഗ്ലൂരിൽ നടന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കാത്ത കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം ഉയർന്നിരുന്നു. നിലവിലുള്ള സംഘടനാ സെക്രട്ടറി VJ ജോസഫ്, മുൻ MLA PJ ജോയ്, കൊല്ലം മേയർ AK ഹാഫിസ് എന്നിവരിൽ ആരെയെങ്കിലും പ്രസിഡന്റാക്കാനാണ് ചന്ദ്രശേഖരൻ പക്ഷത്തിന്റെ നീക്കം. അഴിമതിരഹിത പ്രതിച്ഛായയുള്ള K സുരേഷ് ബാബു അടക്കമുള്ളവരുടെ പേരാണ് വിമത വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും കശുവണ്ടി വിവാദത്തെ ചൊല്ലി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രതിസന്ധി ഉരുണ്ടുകൂടുകയാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയുണ്ടായാൽ അത് കേരളത്തിലെ സിവിൽ സർവീസിന് തന്നെ മാതൃകാപരവും തികച്ചും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ആയിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.